ഏതായാലും ഇത് നാറൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നാറിനെ കണ്ട സമയം ആ സമയത്തുള്ള മൂസായുടെ വർത്താനം ഖബറുണ്ടല്ലോ, അത് എത്തിയോ എന്നാണ് ചോദ്യം. അതാണ് എത്തിയെന്ന ചോദ്യം. നാറിനെ കണ്ടപ്പോൾ ഫഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലി അഹ്ലിഹി തൻ്റെ ഭാര്യ മക്കളോട് പറഞ്ഞു, ഉംകുസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കൂ, നിങ്ങളിവിടെ തങ്ങുക, നിങ്ങളിവിടെ നിൽക്കുക. അതെന്തിനാ പറഞ്ഞേ? ഉംകുസു എന്ന് ഭാര്യനോട് മക്കളോട് നിങ്ങളിവിടെ തങ്ങുക എന്ന് പറഞ്ഞേ, അത് അവരെ സമാധാനിപ്പിക്കുകയാണ്. മൂസ അലൈഹി സ്വലാം ഞാൻ അവർ വിളിച്ചു ഞാൻ പോകാറുണ്ട് പോയല്ലേ ചെയ്യണേ. പിന്നെയോ കുടുംബത്തെ ഓരോരുത്ത് പിന്നെ പാർപ്പിച്ച് നിർത്തി ആശ്വസിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോണത്. ഉംകുസു ഇന്നി ആനസ്തുനാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ. ഇന്നി എന്ന് പറഞ്ഞാൽ കാരണം, ഞാൻ തീർച്ചയായും നടത്തുന്നുണ്ട്, പക്ഷേ ഒപ്പം കാരണം, ഇന്ന എന്നുള്ള തലയിലിന് വേണ്ടി കാരണം. ഉംകുസു നിങ്ങളിവിടെ നിൽക്കൂ, ഇന്നി കാരണം ഞാൻ, ആനസ്തുനാറൻ എന്താ ആനസ്തു? ആനസ എന്ന് പറഞ്ഞാൽ ആനസ അല്ലേ? ആനസ എന്ന് പറഞ്ഞാൽ അർത്ഥം അബ്സറ എന്നാണ് ഇവിടെ ഉദ്ദേശാർത്ഥം. അബ്സറ കണ്ടു, ആനസ എന്ന് പറഞ്ഞാൽ അബ്സറ കണ്ടു. പക്ഷേ ആനസ ഇവിടെ പ്രയോഗിച്ചു അബ്സറക്ക് പകരം. ഇനി അബ്സർത്തു നാറൻ എന്ന് പറയാതെ ആനസ്തു നാറൻ എന്ന് പറഞ്ഞത്. ഈ അനീസ് എന്ന് എന്തിനാ പറയാ? അനീസ്, ഉൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ? ഇണക്കം, അനീസ് പറഞ്ഞ കൂട്ടുകാരൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ പിന്നെ കണ്ടതുണ്ടല്ലോ, ഒരു ഹൈറായ കാര്യമാണ് കണ്ടത്, ഒരു നല്ല കാര്യം, ഹൈറായ ഒരു കാര്യമാണ് കണ്ടത്. ഹൈറായ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് അതിനോട് എന്തുണ്ടാവും? ജിജ്ഞാസ ഉണരും, താല്പര്യം വളരും, അതിനോട് അടുക്കാൻ തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കണ്ടു എന്നുള്ളതാണ്. അതേസമയം ഔജസ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് നേരെ വിപരീതമായിട്ട് ഔജസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ എതിരാ. വടി നിലത്തിട്ടപ്പോൾ പാമ്പായി, അപ്പോൾ ഔജസ എന്നാണ്. ആ പാമ്പിനെ കണ്ടപ്പോൾ പേടിയുള്ള കാഴ്ചയാണ്. കാരണം അദ്ദേഹത്തിന് പേടിയായിട്ട്, അതുകൊണ്ടാണല്ലോ തിരിഞ്ഞു നോക്കാതെ ഓടിയാറില്ലേ. അപ്പോൾ ഔജസ കാഴ്ചയാണ്, ആനസയും കാഴ്ചയാണ്. പക്ഷേ ആനസ എന്താണ്? നമുക്കൊരു സംഗതിയോട് ആഭിമുഖ്യം വളരെ താല്പര്യം ജനിക്കുമാറുള്ള കാഴ്ച. അതാണ് അതിൻ്റെ ഒരു ഭാഷാ പ്രയോഗം. പണ്ഡിതന്മാർ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തിയെന്ന് മാത്രം. അലാക്കുല്ലിൻ അതേ പറഞ്ഞു, ഇന്നീ കാരണം ഞാൻ ആനസ്തുനാറൻ, ഒരു നാറിനെ കണ്ടിരിക്കുന്നു, തീ കണ്ടിരിക്കുന്നു. ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ, ലഅല്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അയക്കാം എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ കൊണ്ടുവരും എന്ന അർത്ഥത്തിൽ. ലഅല്ലി ആതീകും ഞാൻ നിങ്ങൾക്ക് എത്തിക്കും, കൊണ്ടുവരും. മിൻഹ അതിൽ നിന്ന്, മിൻഹ എന്ന് പറഞ്ഞാൽ മിനന്നാർ, ആ തീയിൽ നിന്ന് എന്ത് കൊണ്ടുവരും? ബിഖബസിൻ, ഖബസ് എന്ന് പറഞ്ഞാൽ തീജ്വാല, കത്തുന്ന തീയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തീ, അതാണ് ഖബസ്. അത് ചിലപ്പോൾ നമ്മൾ ഒരു പിന്നെ ഓല കത്തിച്ചായിരിക്കാം, അല്ലെങ്കിൽ കൊള്ളി കത്തിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ചായിരിക്കാം. അതിനാണ് ഖബസ് എന്ന് പറയാം. ചിലയിടത്ത് ബിഷിഹാബിൻ ഖബസിൻ എന്നാണ് സൂറത്ത് നംലിൽ ബിഷിഹാബിൻ ഖബസിൻ. ഷിഹാബ് പറഞ്ഞാൽ ജ്വാല, ഖബസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീയിൽ നിന്ന് എടുക്കുന്ന ജ്വാല. ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ, ആ തീയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഖബസ്, തീജാല കൊണ്ടുവരാം. ഔ അജിദു അലന്നാരി ഹുദ എന്നാണ്. ചില പിന്നെ സൂറത്ത് ഖസസിൽ ജദ്വത്തിൻ മിനന്നാർ എന്നാണ്. ജദ്വത്ത് എന്താ ജദ്വത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ തീക്കൊള്ളി, കത്തിയ തീക്കൊള്ളി കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ എന്താ, ചിലയിടത്ത് ജ്വാല, ചിലയിടത്ത് തീക്കൊള്ളി. അപ്പോൾ അതെന്താ അങ്ങനെ? തീയും അവർക്ക് ആവശ്യമാണ്, തീക്കൊള്ളി അവർക്ക് ആവശ്യമാണ്. കാരണം അവർക്ക് വെളിച്ചവും വേണം, അവർക്ക് പിന്നെ തണുപ്പാണ്, തീ കൊള്ളണം, കായണം. അതുകൊണ്ടാണ് പറഞ്ഞത് ലാലക്കും തസ്തലൂൻ, ഞാൻ ജദവത്തും മിന്നാർ കൊണ്ടുവരാം, തീയിൻ്റെ കൊള്ളി കൊണ്ടുവരാൻ. ലാലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് ചൂടുകൊള്ളാൻ, തീ കൊള്ളാൻ ചൂടുകൊള്ളാൻ. അപ്പോൾ അവർക്ക് തണുപ്പുണ്ട്,
അപ്പോൾ എന്ത് വേണം? ചൂട് കൊള്ളണം. അതിന് വേണ്ട ജദ്വത്ത് കൊണ്ടുവരാം എന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞിട്ട് അവർക്ക് തീ വേണം, അതിനുള്ള തീജ്വാല അതിൽ നിന്ന് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു വൈരുദ്ധ്യമാണ്, ചിലയിടത്ത് തീക്കൊള്ളി, ചിലയിടത്ത് തീ ഇങ്ങനെ. അത് വൈരുദ്ധ്യമല്ല, പിന്നെ പല ആവശ്യങ്ങൾ അവർക്കുണ്ട്, ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അതിൽ നിന്ന് കൊണ്ടുവരാം എന്നുള്ളതാണ്.